പ്രധാനമന്ത്രി മോദി അന്തം വിട്ട കളി ആണ് കളിക്കുന്നത്. കാരണം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ വിട്ടുപോകുന്നു എന്നൊരു തോന്നലുണ്ട്. ഇതുവരെ കഴിഞ്ഞ 4 ഘട്ടങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ വലിയ തിരിച്ചടി ഉണ്ടാവും. ദക്ഷിണേന്ത്യയിൽ പോലും കഴിഞ്ഞ തവണ കിട്ടിയ സീറ്റുകൾ കിട്ടില്ല. ഉത്തരേന്ത്യയിൽ വലിയ തോതിൽ പല സംസ്ഥാനങ്ങളും കയ്യിൽ നിന്ന് പോകുന്നു. മഹാരാഷ്ട്രയായാലും രാജസ്ഥാനായാലും ഉത്തർപ്രദേശിന്റെ ഭാഗങ്ങളായാലും ബീഹാർ ആയാലും പശ്ചിമ ബംഗാൾ ആയാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇനി വരാൻ പോകുന്ന ദില്ലി, ഹരിയാന, പഞ്ചാബ് ഒക്കെ ആയാലും വലിയ സ്കോപ്പില്ല എന്ന് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിലാണ് പഴയ ഗ്യാരണ്ടിയൊക്കെ വിട്ട് ഇപ്പോൾ അദ്ദേഹം ദേശദ്രോഹവും വിട്ട് അന്തിമമായ കാർഡ് തുരുപ്പ് ചീട്ട് എന്ന് വേണി BJP പറയാവുന്ന ചീട്ടെടുത്ത് കളിച്ചിട്ടുള്ളത്. അത് വർഗീയത, പച്ച വർഗീയതയാണ്. അദ്ദേഹം ആദ്യം പറഞ്ഞത് കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ മുസ്ലിം ലീഗ് തയ്യാറാക്കിയത് ആണ് എന്നാണ്. അത് വായിച്ചാൽ ആർക്കും അത് വളരെ വ്യക്തമായി മനസ്സിലാവും. കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ മോദിയെ വല്ലാതെ പേടിപ്പെടുത്തുന്നുണ്ട്. അതിൽ ജാതി സംവരണം അടക്കമുള്ള വിഷയങ്ങൾ അതിൽ വരുന്നുണ്ട്. മതേതര ജനാധിപത്യ ഘടന സംരക്ഷിക്കുമെന്ന് പറയുന്നുണ്ട്. മതന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ, ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ സംരക്ഷിക്കുമെന്ന് പറയുന്നുണ്ട്. ദളിത് ആദിവാസി വിഭാഗങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് വേണ്ടി പല പദ്ധതികൾ അതിൽ കൊണ്ടുവരുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ടാണ് മുസ്ലിം ലീഗിന്റെ ഭരണഘടന ബജറ്റ് അല്ലെങ്കിൽ മാനിഫെസ്റ്റോ എന്ന് പറയുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ബജറ്റിലേക്കും കടന്നിരിക്കുന്നു. മുസ്ലിങ്ങൾക്ക് പ്രത്യേക ബജറ്റ് ഉണ്ടാക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത്രയ്ക്കും വൃത്തികെട്ട ഒരു രാഷ്ട്രീയ കളി മോഡി ഇതുവരെ ഒരുപക്ഷെ കളിച്ചിട്ടുണ്ടാവില്ല. കാരണം അത്രയ്ക്കും മോശമാണ്. എന്നിട്ട് അതിന് വലിയ വൈരുദ്ധ്യം അദ്ദേഹം തന്നെ പറയുന്നത് ഹിന്ദു മുസ്ലിം വിരോധം ഉണ്ടാക്കുന്ന നിലവാരത്തിലെത്തിയാൽ ഞാൻ രാഷ്ട്രീയം ഉപേക്ഷിക്കുമെന്നാണ്. എനിക്ക് തോന്നുന്നത് അദ്ദേഹം രാഷ്ട്രീയം ഉപേക്ഷിച്ചു എന്ന് തന്നെയാണ്. കാരണം ഈ 2 വാചകവും ഒരേ സമയത്താണ് പറയുന്നത്. ഇത് ഇരട്ട വ്യക്തിത്വം എന്നൊക്കെ നമുക്ക് വേണ്ടി പറയാം. മണിച്ചിത്രത്തായുള്ള ശോഭനയുടെ പോലെ ഉള്ള ഒരു വ്യക്തിത്വമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു വശത്ത് അദ്ദേഹം പറഞ്ഞതിനെ പൂർണ്ണമായി നിഷേധിക്കുക, മറുവശത്ത് മൻമോഹൻ സിംഗിനെ കോട്ട് ചെയ്ത് അദ്ദേഹം പറഞ്ഞ പച്ച നുണ, മുസ്ലിങ്ങൾക്കാണ് സ്വത്തിൽ ആദ്യത്തെ അവകാശം എന്നല്ല മൻമോഹൻ സിംഗ് പറഞ്ഞത്. നൂറ്റാണ്ടുകളായി അധികാരത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ദളിതർ, ആദിവാസികൾ, സ്ത്രീകൾ, മൈനോറിറ്റീസ് ഈ തുടങ്ങിയ വിഭാഗങ്ങൾക്ക് അധികാരത്തിൽ, സമ്പത്തിൽ മുൻഗണന കൊടുക്കണം എന്ന് പറഞ്ഞതിനെ ബാക്കി എല്ലാവരെയും മാറ്റി, ദളിതരെയും ആദിവാസികളെയും ഒക്കെ മാറ്റി. മാത്രവുമല്ല, ഡോക്ടർ അംബേദ്കർ ഉണ്ടാക്കിയ ഭരണഘടന ഞങ്ങൾ ചീന്തിയെറിയും എന്ന ഒരു ഭാഗത്ത് ആളുകളെ കൊണ്ട് പറയിച്ചുകൊണ്ടിരിക്കുക. തീർച്ചയായും ദളിത്, ആദിവാസികളും പിന്നോക്കക്കാരും ന്യൂനപക്ഷങ്ങളുമായ മനുഷ്യർക്ക് വലിയ ആധിയുണ്ട് ഈ കാര്യത്തിൽ. ഇപ്പോൾ അദ്ദേഹം അതുകൊണ്ട് 2 തരത്തിലുള്ള സ്വരവും ഒരേ സമയം ഇരട്ട വ്യക്തിത്വം അദ്ദേഹം കാണിച്ചുകൊണ്ടിരിക്കുക. ഇത് അല്പം മാനസികമായി സമനില തെറ്റിയോ എന്ന് പോലും തോന്നിക്കുന്ന തരത്തിലുള്ള വൈരുദ്ധ്യമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയിൽ നിന്നുണ്ടാകുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് വർഗീയതയുടെ അവസാനത്തെ കാർഡും കളിച്ച് ഇതും പരാജയപ്പെട്ടാൽ അദ്ദേഹത്തിന് ഇനി മുന്നോട്ട് വഴികളില്ല. ഇത് പരാജയപ്പെടാനുള്ള കാരണം വളരെ വ്യക്തമാണ്. കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജാതിയോ മതമോ വിശ്വാസത്തിനൊക്കെ അപ്പുറത്ത് സ്വന്തം ജീവിതാനുഭവങ്ങളുണ്ട്. വില കൂടുമ്പോൾ, തൊഴിലില്ലാതാകുമ്പോൾ, രാജ്യത്ത് അക്രമം വർദ്ധിക്കുമ്പോൾ ഒക്കെ തന്നെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ കണക്കാക്കുന്നത് അവർക്ക് ഒരു ഉറച്ച ഭരണം വേണം എന്നാണ്. പക്ഷേ ആ ഉറച്ച ഭരണം എന്ന് പറഞ്ഞു വന്ന മോഡി ആ ഉറപ്പ് ജനങ്ങൾക്കെതിരായ ഉറപ്പായി മാറി എന്നതാണ് അനുഭവം. അതുകൊണ്ടാണ് വിലക്കയറ്റവും തൊഴിലില്ലായ്മയും മറ്റ് പ്രശ്നങ്ങളും ജനങ്ങൾ അനുഭവിക്കുന്നത്. മതം കൊണ്ടോ വർഗീയത കൊണ്ടോ അതിനെ മറയ്ക്കാൻ പറ്റുമോ എന്ന് മോഡി തന്നെ സംശയിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് ഒരു സംശയവും വേണ്ട, ഇത് ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എത്തിച്ചിരിക്കുന്നു. എന്ത് നിലപാടെടുക്കണം എന്നതിലേക്ക് അദ്ദേഹത്തിന് തന്നെ പറ്റാതായിരിക്കുന്നു. പച്ച വർഗീയത പറഞ്ഞാൽ ഇന്ത്യക്ക് അകത്ത് മാത്രമല്ല, ഇന്ത്യക്ക് പുറത്തുള്ള ഇന്ത്യയുടെ ഖ്യാതി അല്ലെങ്കിൽ അതിൻ്റെ പ്രസക്തി അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു അഭിമാനം തന്നെ താഴേക്ക് പോകുന്നു. കാരണം ജനാധിപത്യ രാജ്യങ്ങളെല്ലാം തന്നെ വളരെ സൂക്ഷ്മമായാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഫാസിസ്റ്റ് മതാധിഷ്ഠിത രാജ്യമാക്കും ഇന്ത്യയെ എന്ന രൂപത്തിലുള്ള പ്രചരണം നടക്കുമ്പോൾ അതല്ല ഇത് ജനാധിപത്യമായി നിൽക്കും എന്ന് തീരുമാനിക്കാനുള്ള അധികാരമാണ് ജനങ്ങൾക്ക് കിട്ടുന്നത്. അത് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.